എടാ നമുക്കേ പത്രത്തിൽ പരസ്യം കൊടുത്താലോ? അത് വേണ്ട. നാട്ടുകാർ തെണ്ടികൾ പറഞ്ഞാൽ ഈ ഗേറ്റിന് മുന്നിൽ ആൾക്കൂട്ടവും പിന്നെ ചായക്കടയായി ഓട്ടോ സ്റ്റാൻഡായി ഫാൻസി സ്റ്റോഴ്സായി നമ്മുടെ ഉള്ള മനസ്സമാനം. എന്നാ പിന്നെ നമുക്കേ സോഷ്യൽ മീഡിയയിൽ പരസ്യം കൊടുത്താലോ? അതാവുമ്പോൾ നമ്മുടെ സമപ്രായക്കാരും കാണില്ല. അങ്ങനെയാണെങ്കിൽ 18-30 ആ പ്രായം പിടിക്കണം. വല്ലാണ്ട് മുട്ട വളയാൻ പാടാം. നിങ്ങളൊന്ന് അടങ്ങ് മനുഷ്യ, സിൽവസ്റ്ററിന്റെ പിള്ളേർ വരട്ടെ. അതെ, അവൻ അത്ര അങ്ങോട്ട് വിശ്വസിക്കണ്ട. അവൻ പണ്ടൊരു അമ്മാമനായിട്ട് കൊടൈക്കനാല് ധ്യാനത്തിന് പോയ കഥ കേട്ടിട്ടുണ്ടോ? കൊടൈക്കനാല് ധ്യാനത്തിന്. തന്റെ ഫോണടിക്കണം. ഹലോ. ആ പറയൂ. ആ അങ്കിളെ, ഞാൻ സിൽവസ്റ്റർ പറഞ്ഞിട്ട് വിളിക്കുക ഹോസ്റ്റൽ കാണാൻ. ഓൾവേസ് വെൽക്കം. മോളുടെ പേരെന്താ? റിമ. റീമ. ബ്യൂട്ടിഫുൾ നെയിം. വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. ഓക്കെ അങ്കിളെ. ലൊക്കേഷൻ അയച്ചു തരാം. എന്ത് പറഞ്ഞ? വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ അയക്കാന്ന് പറഞ്ഞു. നല്ല മൂത്ത ഇനം കാട്ടുകോഴിയാന്ന് തോന്നുന്നുണ്ട്. വാ പോയി നോക്കാം എന്തായാലും. ആരാ വിളിച്ചത്? അതാരുമില്ലേ, പഞ്ചായത്ത് പഞ്ചായത്ത്. ആരാണ് വിളിച്ചത്? കാര്യം പറ നീ. എടാ, സിൽവസ്റ്റർ പറഞ്ഞ പെൺപിള്ളേരില്ലേ? ഇത്ര പെട്ടെന്ന് വിളിച്ച നമ്മൾ ആ പാവം സിൽവസ്റ്ററിനെ സംശയിച്ചു. ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഉണ്ടാവും. നല്ല വേന. ആ തെണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ. അത് എന്റെ കൂളിംഗ് ഗ്ലാസ് മറ്റേ തിമിരത്തിന് നോക്കണമല്ലേ? ഇവിടെ സാറേ ജോർജ്, എന്ത് ഐഡിയാണ്, എങ്ങനത്തെ ഐഡിയ വേണ്ടെന്ന് നീ തന്നെ പറഞ്ഞാ. ഇനി നിന്റെ ഐഡിയ തൽക്കാലം വേണ്ട. എന്തായാലും ഇത്ര ആയ സ്ഥിതിക്ക് ഞാൻ അവളെ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്ന് എപ്പ? സ്ഥലവും സമയം അവള് തീരുമാനിച്ചോളൂ. ഓ ഓക്കെ, അപ്പൊ അങ്ങനെ യു ക്യാരി ഓൺ. വല്ല ഒറ്റക്കായല്ല. അതല്ലടാ, എടാ അവളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോ ആ മറ്റേ ഇത്തിൽ കഞ്ഞി കൂടെ വന്നാലോ? കുഴിമന്തി. അവളോട് ഒറ്റക്ക് വരാൻ പറയണം. ആര്, ഞാൻ പറയണോ? എന്തുവാടി ഇത്? വാ പോയി നോക്കാം എന്തായാലും. New gold shades, but the soul still fit. Got a fresh little bounce when I talk that slick. Hands on the wheel, I've been gone a while. Now I pull up sharp with the grown man smile. She said, you still got it. I said, watch me then drop. Hi, good morning. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണോ ഓൾഡ് ഗൈസ് നടത്തുന്ന ലേഡീസ് ഹോസ്റ്റൽ? അതെ, ഇത് തന്നെയാണ്. ആ അങ്കിൾമാരെ കാണാൻ പറ്റുമോ? അത് ഞങ്ങൾ തന്നെയാണ്. പക്ഷെ നിങ്ങളെ കണ്ടെന്ന് തോന്നുന്നില്ലല്ലോ. ഞങ്ങൾ പറ്റിക്കരുത് കേട്ടോ. ശരിക്കും സിൽവസ്റ്റർ പറഞ്ഞ 3 പേര്. അയ്യോ, സത്യമായിട്ടും ഞങ്ങളാണ്. അതെ, ശരിക്കും അതെ. അപ്പൊ സിൽവസ്റ്റർ നിങ്ങളെ പറ്റിച്ചതായിരിക്കും അല്ലേ? അവിടെ നിൽക്കാതെ അകത്തേക്ക് വരും. ആ മുറിയൊക്കെ ഒന്ന് കാണാമല്ലോ. അല്ലെങ്കിലും സിൽവസ്റ്ററിന് കുസൃതി അല്പം കൂടുതലാണ്. എന്നാലും വെറുതെ ഒരാൾ ഓൾഡ് എന്നൊക്കെ വിളിക്കാമോ? പിള്ളേരല്ലേ, നമ്മൾ കാരണവന്മാര് വേണ്ടി അതൊക്കെ വിട്ടുകളയാൻ. വാ വാ വാ, കടന്നു വരൂ. നിങ്ങൾ എത്ര പേരും ഉണ്ടാവും താമസിക്കാൻ? ഇപ്പൊ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. ബട്ട് ഫ്രണ്ട്സ് 3-4 പേര് റൂം നോക്കുന്നുണ്ട്. എല്ലാവരോടും വരാൻ പറയട്ടാ, ഡിസ്കൗണ്ട് ഒക്കെ തരാം. എന്ത് നോക്കാനാ? വെയിറ്റ് ചെയ്യാം. അവൻ ഈ വഴി തന്നെയല്ലേ വന്നത്. ജാടത്തെണ്ടി. ആ സിൽവസ്റ്റർ തെണ്ടി നമ്മളെ ഭയങ്കരമായിട്ട് അങ്ങ് ഓൾഡാക്കി. അവൻ ബൈക്കിൽ പോകുമ്പോ അപകടമൊന്നും പറ്റല്ലേ ചാത്തന്മാരെ. ഇടാ, അല്ലെങ്കിലും അവൻ ചെറിയ പെൺപിള്ളേരൊപ്പം കറക്കം. നമുക്കവനെ ഒതുക്കാലോ. ആദ്യം നമ്മുടെ കോഴിക്കോടൊന്ന് നിറയട്ടെ, എന്നിട്ട് അവന്റെ വൈഫിനെ വിളിച്ച് ആ കുടുംബത്തിലൊന്ന് കൈയിട്ടിളക്കാം. നമുക്കതൊരു മനസ്സമാധാനവും അവന് ഒരു എന്റർടൈൻമെന്റും ആവും. ഹൗ, ഒരു മിത്രം എത്ര പെട്ടെന്ന് ശത്രുവായി മാറിയത്. വഴി നമ്മൾ ഈ ഓൺലൈൻ ലുക്ക് മാറ്റി പിടിക്കാൻ എന്താണ് വഴി? എവിടെയൊക്കെ പിടിച്ചാലും ഈ മോന്ത മാറണില്ലല്ലോ. അതിൽ ഹെൽമെറ്റ് വെച്ചാൽ മതി. എന്റെ പൊന്നു പേടി, നമുക്കൊരു ടോട്ടൽ മേക്ക് ഓവർ വേണം.
ഫേഷ്യൽ ഗോൾഡ് തന്നെ ചെയ്യണം. പിന്നെ ഹെയർ അതൊന്ന് പിടിക്കണം. പിന്നെ ഷോൾഡർ, ചെസ്റ്റ്. സമയമുണ്ടെങ്കിൽ കാഫിനും കൂടി ഒരു വർക്കൗട്ട് കിട്ടിയാലല്ല സംഭവം സെറ്റാണ്. വയറകൾ ചെത്തിക്കളഞ്ഞാൽ മതി. നിങ്ങൾ പറഞ്ഞേ അവർ പോയിട്ട് കാണാല്ലോ, മനുഷ്യനാകെ ടെൻഷനിലാണ്. എടാ അലക്സേ, അവനൊക്കെ എടാ നീ അവിടെ നിന്നിട്ട് അവരെ ഇങ്ങോട്ട് വിടറാ. ഇതിനെവിടെ പോയി കിടക്കും, മനുഷ്യൻ ടെൻഷൻ അടിച്ചിട്ട് വയ്യ. നീ ഒന്ന് വിളിച്ചേ. റൂമൊക്കെ ഇഷ്ടമായെങ്കിൽ നാളെ തന്നെ താമസം തുടങ്ങാം. ഇവിടുത്തെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്? നോ റെസ്ട്രിക്ഷൻസ്. തോന്നുമ്പോൾ വരാം, തോന്നുമ്പോൾ പോകാം. ഫുൾ ഫ്രീഡം. നമ്മൾ ആരെയും തളച്ചിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് ഓക്കെയാണ്. അപ്പൊ ഈ ഡെപ്പോസിറ്റ് ഒക്കെ എങ്ങനെയാ? വാക്കിനേക്കാൾ വലുതാണോ കാശ്? ആക്ച്വലി ഈ കാണുന്ന സ്ഥലമെല്ലാം എൻ്റെ പ്രോപ്പർട്ടിയാണ്. അവർ എൻ്റെ ചെറുപ്പം മുതലുള്ള വെറും കളിക്കൂട്ടുകാരാണ്. അവരില്ലാത്തൊരിതും എനിക്കില്ല. ഞങ്ങൾക്കും ശരിയാ, ബിൽഗിപ്സിനെ പോലെ ഉണ്ടല്ലോ ഞങ്ങളുടെ കാണാൻ. ആണല്ലേ? എല്ലാവരും പറയാറുണ്ട്, ഞാനത് കാര്യമൊക്കെ എടുക്കാറില്ല. നമുക്ക് വേറെ എന്തൊക്കെ പരിപാടിയുണ്ട്. അലക്സേടാ ഞങ്ങൾക്കിവിടെ ഉണ്ട് കേട്ടാ. ഞങ്ങൾക്ക് എന്തായാലും ഓക്കെയാണ്, ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ വന്നുണ്ട്. ഓ നീ ഉണ്ടല്ലോ. എല്ലാം കാണിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട്. ബൈ. മിനിമം 10 പെൺകുട്ടികളെങ്കിലും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യണം. തൻ്റെ ഭാര്യ ഇതൊക്കെ അറിഞ്ഞാൽ തന്നെ വീട്ടിലേക്ക് അക്കോമഡേറ്റ് ചെയ്യും. അതേടാ, അവൾക്ക് പണ്ടേ എന്നെ സംശയമാണ്. എന്ത് കാര്യം ഇതില്? അതാണ് എനിക്ക് പിടി കിട്ടാത്തത്. ഈ വായ്ത്തല്ലല്ലാതെ ഒരു പരസ്ത്രീ ബന്ധവും എനിക്കുണ്ടാ. ആഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ലെന്ന് മാത്രം. ആ, ഇയാള് പിന്നെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണല്ല. എന്താ ഈ പ്രേമം? കുഴിയിലേക്ക് എടുക്കണക്കെട്ടുമ്പോലും നടക്കോ? നടക്കൂടോ, ഞാൻ നടത്തും. നോക്കിക്കോ, ഇവിടെ വരും ഞാൻ. ഇവിടെ എന്ത് തോന്നുന്നു? ഇവിടെ വരും. ഇവിടെ കൊണ്ടുവരും ഞാൻ എൻ്റെ കാമുകിയെ.